നന്മസ്വരൂപനായ ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനമാണ് റോമർക്കെഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ 67ാമത്തെ പഠനമാണ്. ദൈവശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും അതേസമയത്ത് ഈടുറ്റതുമായിട്ടുള്ള പല ദൈവശാസ്ത്ര വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ അടക്കുന്ന ഒരു പുസ്തകമാണ് റോമലേഖനം. ഇത്രയും ഗാംഭീര്യമുള്ള, ഇത്രയും സമ്പത്ത് നിറഞ്ഞ ആത്മീകമായി മറ്റൊരു ഗ്രന്ഥമില്ല. അതുകൊണ്ട് ഈ പുസ്തക പഠനം സാധാരണ പുസ്തക പഠനം പോലെ അത്ര നിസ്സാരമല്ല. വളരെ ശ്രദ്ധയും പ്രാർത്ഥനയും ദൈവകൃപയും. ഈ പുസ്തകത്തിൽ അടങ്ങുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ അത് ചേർത്ത് ചിന്തിപ്പാൻ, നാം ക്രിസ്തുവിൽ അനുഭവിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ആ സത്യം ഉൾക്കൊള്ളുവാൻ ഈ പുസ്തക പഠനം വളരെ ആവശ്യമാണ്. നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ്, ദൈവമുമ്പാകെ നമുക്ക് ലഭിച്ച നീതീകരണം, നാം അനുഭവിക്കുന്ന വിശുദ്ധീകരണം, നാം കാത്തിരിക്കുന്ന തേജസ്കരണം, ഇതെല്ലാം അതിൻ്റെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുവാൻ റോമാലേഖന പഠനം വളരെ വളരെ ആവശ്യമാണ്. ദൈവവേലയോട് ബന്ധപ്പെട്ട് ജീവിതത്തെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും, ഏത് ശിഷ്യനും വിദ്യാർത്ഥിയും ഈ പുസ്തകം വ്യക്തമായി പഠിച്ചിരിക്കണം, ബോധ്യപ്പെട്ടിരിക്കണം. ദൈവത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്നത് ആവശ്യമാണ്. ഗഹനമാണ്, ഈടുറ്റതാണ്, കട്ടിയായുള്ള ആഹാരമാണ്. പക്ഷെ അത് ആവശ്യമാണ്. പക്വത പ്രാപിപ്പാൻ ഈ പുസ്തക പഠനം വളരെ നിർബന്ധമാണ്. നാം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നിൽക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ അതിപ്രാധാന്യമുള്ള വാക്യങ്ങൾ. ദൈവം മനുഷ്യനെ എപ്രകാരം നീതീകരിച്ചു, ദൈവത്തിൽ നിൽക്കുവാൻ മനുഷ്യൻ എങ്ങനെയാണ് യോഗ്യനായി മാറിയത് എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. നീതി മനുഷ്യൻ്റെ ആവശ്യമാണ്. ദൈവം നൽകുന്ന നീതീകരണം, അതായത് ദൈവമുമ്പിൽ നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുക. നീതീകരണം എന്ന വാക്കിൻ്റെ ഒരു ലളിതമായ നിർവചനം അതാണ്. ദൈവത്തിന് മുമ്പിൽ നമുക്ക് കയറിച്ചെന്ന് നിൽക്കാൻ, അത് പ്രാർത്ഥനയ്ക്കാകട്ടെ, ആരാധനയ്ക്കാകട്ടെ, സ്തുതിക്കാനാകട്ടെ, ദൈവം കയറിച്ച് നിൽക്കണമെങ്കിൽ നാം നീതീകരിക്കപ്പെട്ടവരായിരിക്കണം. എങ്ങനെയാണ് നീതീകരണം പ്രാപിക്കുന്നത്? ഈ നീതീകരണത്തെ ഉയർത്തിക്കൊണ്ട് 21-ാം വാക്യം സംസാരിച്ച്, നീതീകരണത്തെ വിശദീകരിച്ച് 22-ാം വാക്യത്തിൻ്റെ ആരംഭഭാഗം, നീതീകരണത്തിൻ്റെ വിസ്തീർണവും വ്യാപ്തിയും 22-ൻ്റെ ബാക്കി ഭാഗവും 23-ം വാക്യത്തിലും അവതരിപ്പിച്ചു. നീതീകരണം ഒരുക്കപ്പെട്ടതിനെക്കുറിച്ച് 24-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ പരാമർശിച്ചു. നീതീകരണത്തിൻ്റെ ചർച്ച അല്ലെങ്കിൽ വ്യക്തമാക്കൽ 24-ാം വാക്യത്തിൻ്റെ ആദ്യത്തെയും 25-ാം വാക്യത്തിൻ്റെ ആരംഭത്തിലുമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ നാം നീതീകരണം പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചാണ്. നീതീകരണം പ്രതിരോധിക്കപ്പെടുന്നു. 25-26 വാക്യങ്ങൾ ഒരുമിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ വിഷയം നമുക്ക് ശ്രദ്ധിക്കാം. 25-26 റോമലേഖനം 3-ാം അധ്യായം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഒരു ആത്മീകമായ ഒരു ഹൃദയ ഒരുക്കം, ദൈവത്തിൻ്റെ സത്യങ്ങൾ അറിയുവാനുള്ള ആഗ്രഹം ഈ വിഷയ പഠനത്തിൽ വളരെ ആവശ്യമാണ്. സാധാരണ രീതിയിൽ നമ്മളൊരു പുസ്തകം വായിക്കുന്ന ഒരു പത്രം വായിക്കുന്ന ലാഘവത്തോടെയൊന്നും ഈ പുസ്തകം പഠിക്കാൻ പറ്റില്ല. ഒരു ആത്മീക ചായ്വ്, ഒരു ആത്മീക ഹൃദയം, വചനത്തിന് വേണ്ടിയുള്ള ആഴമേറിയ ദാഹം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ 25-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലുമായിട്ട് നമ്മൾ കണ്ടു, ആ സങ്കീർണമായ പ്രഹേളിയിലേക്ക്, വിരോധാഭാസത്തിലേക്ക് നാം തിരിച്ചു വരികയാണ്. എന്തായിരുന്നു അത്? ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവം അശുദ്ധരായ, നീതിയില്ലാത്ത, അഭക്തരായ മനുഷ്യരെ എങ്ങനെയാണ് തൻ്റെ സ്വഭാവം ത്യജിക്കാതെ നീതീകരിക്കാൻ പറ്റുന്നത്? ദൈവം വിശുദ്ധനാണ്. തൻ്റെ സ്വഭാവം തനിക്ക് ത്യജിക്കാൻ പറ്റില്ല. നീതിയും ന്യായവും നിറഞ്ഞ പരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തിനെങ്ങനെ അശുദ്ധരായ, അഭക്തരായ, പാപികളായ മനുഷ്യരെ നീതീകരിക്കാൻ, ഇവിടെ അവർ തെറ്റ് ചെയ്യാത്തതുപോലെ കണക്കാക്കാൻ എങ്ങനെ കഴിയും? ഇതിൻ്റെ നീതി ലംഘിക്കപ്പെടില്ലേ? ഇതിൻ്റെ സ്വഭാവം തള്ളിക്കളയപ്പെടില്ലേ? ഇതാണ് ആ പ്രഹേളിക, ഇതാണ് പ്രശ്നം.
കാരണം 21 വാക്യം മുതൽ 26 വാക്യം വരെ മൂലഭാഷയായ യവന ഭാഷയിൽ ഇത് ഒരു സെൻറ്റൻസാണ്. ഒരു സെൻറ്റൻസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും സമ്പന്നമായ പുതിയ നിയമത്തിലെ സെൻറ്റൻസാണ്. റോമർ 3:21 മുതൽ റോമർ 3:26 വരെ ഈ വേദഭാഗത്തിൽ വ്യക്തമായി പറയുന്നു. ഇവിടെ ദൈവം പറയുന്നത് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്തായിട്ടൊരു പ്രായശ്ചിത്തമാകുവാൻ. അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്രോധം ശമിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ക്രോധം അതിനെ സാന്ത്വനപ്പെടുത്താൻ, അതേ സമയത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം തടുക്കണം, അതോടൊപ്പം ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണം. ക്രിസ്തുവിലൂടെയാണ്. നമുക്ക് ഈ വിഷയത്തെ അല്പമായിട്ട് ധ്യാനിക്കാം. പ്രാർത്ഥനയോടുകൂടി തന്നെ ദൈവനീതി പ്രദർശിപ്പിക്കപ്പെട്ടു. അതിലേക്ക് നമുക്ക് ചിന്തിക്കാം. ദൈവനീതിയുടെ പ്രദർശനം. ഈ വേദഭാഗത്തിൽ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇതിൻ്റെ നീതിയുള്ള സ്വഭാവം എന്നുള്ളതാണ്. 26 വാക്യത്തിൽ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഇവിടെ തൻ്റെ നീതിയുള്ള സ്വഭാവത്താണ് പറയുന്നത്. അതാണ് പരാമർശിക്കുന്നത്. പ്രദർശിപ്പിപ്പാൻ എന്നത് ഗ്രീക്കിലെ യവന ഭാഷയിലെ സംയുക്ത വാക്കുകൾ ചേർന്നതാണ്. എൻഡീസിസ് എന്ന് പറയുന്ന 2 ചെറിയ യവന വാക്കുകളുടെ സംയുക്ത പദമാണ് പ്രദർശിപ്പിക്കൽ, കാണിച്ചു തരിക, തെളിവ് തരിക എന്നൊക്കെ നമുക്ക് അർത്ഥം വരുന്ന വാക്കാണ്. ഈ ഒരു പരസ്യമായ പ്രദർശനം എന്തിനു വേണ്ടി? കാരണം ചിലർ ദൈവത്തിനെതിരെ സാഹസികതയോടുകൂടി ചോദ്യം ചെയ്യാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. അതിന് പരിഹാരമാണ് ഈ പരസ്യമായി കാണിച്ചത്. രഹസ്യമായിട്ട് ചർച്ച നടത്തുകയല്ല, പരസ്യമായി പ്രദർശിപ്പിച്ച്. ഇതിനെങ്ങനെ ഇത് സാധിക്കും? തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കും, അഭക്തനെ നീതീകരിക്കും. എന്തുകൊണ്ട് ഈ പ്രദർശനം ആവശ്യമായി? എന്തുകൊണ്ട് പരസ്യമായി പ്രദർശനം ആവശ്യമായി വന്നു? കാരണം ഇവിടെ 25 വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവമനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, എല്ലാം ക്ഷമിക്കുന്ന മനോഭാവം. ദൈവത്തിൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ ആണ് അങ്ങനെ ചെയ്തത്. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. നമ്മൾ ഓരോ ഭാഗങ്ങളും എടുത്തെടുത്ത് വേറിട്ട് ചിന്തിക്കണം. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ആകെപ്പാടെ ആശയങ്ങൾ കുഴഞ്ഞു മറിയും. ഇപ്പം മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. എന്താണ് മുൻകഴിഞ്ഞ പാപങ്ങളെന്ന് പരാമർശിച്ചത്? പഴയ നിയമകാലത്തുള്ള വിശുദ്ധന്മാരുടെ പാപങ്ങൾ. അവർ മനുഷ്യരാണ്, അവരും പാപമുണ്ട്. പഴയമകാലത്ത് ജീവിച്ച മനുഷ്യരുടെ, വിശുദ്ധരായ മനുഷ്യരുടെ പാപങ്ങൾ. അത് വ്യക്തിപരമായി ഒരുവൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന മുമ്പുള്ള പാപങ്ങളെന്നല്ല. വ്യക്തിപരമായി നാം ഓരോരുത്തരും ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, സ്നാനമേൽക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെയുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു കടന്നു വരുന്നതിന് മുമ്പ്, ക്രിസ്തു കടന്നു വന്നതിന് ശേഷം, അത് തമ്മിലുള്ള താരതമ്യമാണ്. ഇപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നത് ശ്രദ്ധിക്കുക. ഈ മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിച്ചു എന്നല്ല പറഞ്ഞത്. മുൻകഴിഞ്ഞത് പഴയമകാലത്തുള്ള വിശുദ്ധന്മാരായവരുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞത്. അതിന് പകരം പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, ഇംഗ്ലീഷിൽ പാസ്റ്റ് ഓവർ, അതിനെ മറികടന്നു പോയി. ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവത്തിനെ ക്ഷമിച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞത്. പ്രവർത്തന പുസ്തകം 17:30 ഇതിനെ മനസ്സിലാക്കാൻ മറ്റൊരു വേദഭാഗം കൂടി ഒന്ന് വായിക്കുന്ന നല്ലതാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം വാക്യത്തിൽ പൗലോസിൻ്റെ പ്രസംഗമധ്യേ പൗലോസ് ഇപ്രകാരം പറയും, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ, ഏകദേശം അതേ ആശയം തന്നെയാണ്. പൗലോസ് ഇതിനകം തന്നെ വ്യക്തമായി ഉറപ്പിച്ചു ഒരു വാസ്തവം. എന്താണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. റോമർ 3:23. നമ്മൾ വാക്യങ്ങളുടെ നമ്പറേക്കാൾ വലിയ വിഷയം ശ്രദ്ധിക്കുക. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന കഴിവ് നഷ്ടപ്പെടുത്തി. അതിനകത്ത് തീർച്ചയായും പഴയ നിയമത്തിലെ അബ്രഹാമും ദാവീദും അതേപോലെയുള്ള പഴയ വിശുദ്ധന്മാരെല്ലാം ഉൾപ്പെടും. 4-ാം അധ്യായത്തിൽ നമുക്ക് അബ്രഹാമിൻ്റെ ദാവീദിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാം. വീണ്ടും ദൈവത്തിൻ്റെ പുസ്തകം പഴയ നിയമം വ്യക്തമായി പറയുന്നു, ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ ദൈവം വ്യക്തമായി പറഞ്ഞു, അവർ നീതിമാന്മാരെ നീതീകരിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും വേണം. ആവർത്തന പുസ്തകം 25:1.
നിയമാവർത്തന പുസ്തകം 25-1 മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കൽ വരികയും ഇവിടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. ദൈവം അത് വളരെ വ്യക്തമായി പറയും. ഇതാണ് ന്യായാധിപന്മാരെ ഏൽപ്പിച്ച ജോലി. ഈ ജോലിയിൽ പരാജയം സംഭവിച്ച ന്യായാധിപന്മാരെ ദൈവം ശാസിക്കുകയും ചെയ്യും. സദൃശവാക്യം 17-15 ഇപ്രകാരം ചെയ്യാത്തില്ല ന്യായാധിപന്മാരെക്കുറിച്ച് പറയും. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. യഹോവയുടെ മുമ്പിൽ വെറുപ്പുള്ള അവസ്ഥയാണ്. നീതിമാന്മാരെ കുറ്റം വിധിക്കുക, നീതി കെട്ടവരെ ന്യായീകരിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5:23 പറയും, സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുക, നീതിമാൻ്റെ നീതി ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. കൈക്കൂലി അല്ലെങ്കിൽ സമ്മാനം വാങ്ങിച്ച് നീതിമാനെ ദുഷ്ടനെ പോലെയും ദുഷ്ടനെ നീതിമാനാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇപ്പോൾ ദൈവം തൻ്റെ നീതിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ്. പുറപ്പാട് പുസ്തകം 23-7 ദൈവം പരാമർശിച്ച് പുറപ്പാട് പുസ്തകം 23:7 പറഞ്ഞു, കുറ്റമില്ലാത്തവനെ നീതിമാനെയും കൊല്ലരുത്, ഞാൻ ദുഷ്ടനെ നീതീകരിക്കുകയില്ലല്ലോ. ദൈവം ഒരിക്കലും ദുഷ്ടനെ നീതീകരിക്കുകയില്ല. അപ്പോൾ ഇതായിരിക്കുന്നു അവസ്ഥയെങ്കിൽ നീതിമാനെ നീതീകരിക്കണം, ദുഷ്ടനെ ശിക്ഷിക്കണം. ഇതിനോട് മായം ചേർക്കുന്നവനെ ദൈവത്തിന് വെറുപ്പാണ്. അതായത് നീതിമാനെ ദുഷ്ടനായിട്ടും ദുഷ്ടനെ നീതിമാനായിട്ട് ചിത്രീകരിക്കുന്ന അവസ്ഥ. ദൈവം ഒരിക്കലും ദുഷ്ടനെ നീതീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം എങ്ങനെയാണ് അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും അപ്രകാരം പഴയ വിശ്വാസികളായ വിശുദ്ധന്മാരുടെയൊക്കെ പാപത്തെ ശിക്ഷിക്കാതെ വിട്ടത്? എന്തടിസ്ഥാനത്തിലാണ്? റോമലേഖനം 4-5 പ്രയോഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഭക്തനെ നീതീകരിക്കുന്ന ദൈവം. എങ്ങനെയാണ് നീതിമാനെ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? ഈ അഭക്തിയിലും ദുഷ്ടതയിലും പാപത്തിലും എല്ലാവരും പാപം ചെയ്തവരാണ്. ഈ പാപം ചെയ്തവരെ എന്തുകൊണ്ട് ശിക്ഷിക്കാതെ വിട്ടു? വിശുദ്ധന്മാരായിരിക്കും ദൈവമക്കളിൽ പാപങ്ങളുണ്ട്, കുറവുകളുണ്ട്. അതിനുള്ള ഉത്തരം വ്യക്തമായിട്ട് നമുക്കുള്ള വചനത്തിൽ കാണാം. ദൈവം അവരുടെ പാപങ്ങളെ മറികടന്ന് അവഗണിച്ച് കളയുകയല്ല. തന്നിൽ ആശ്രയിച്ച ദൈവമക്കളെ, ഭക്തന്മാരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജീവിതം മുഴുവൻ ദുഷ്ടത ചെയ്തവരെക്കുറിച്ചല്ല, ദൈവമക്കളായവർ, പഴയ ഉടമ്പടിയുടെ കീഴിൽ ജീവിച്ച ദൈവഭക്തന്മാരെക്കുറിച്ച്. അവരുടെ പാപങ്ങളെ അവഗണിച്ച് കളയുകയല്ല. കാരണം തന്നിൽ ആശ്രയിച്ച ഈ ഭക്തന്മാരുടെ പാപങ്ങളെ അവഗണിച്ചില്ല. അതിന് പകരം ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവത്തിന് മുൻകൂട്ടി കാണാം. നമ്മെപ്പോലെയല്ല ദൈവം. ദൈവത്തിന് മുൻകൂട്ടി കാണാം തൻ്റെ പുത്രൻ്റെ ക്രൂസിലെ യാഗം. ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന, ലോകത്തിൻ്റെ നടുവിൽ സംഭവിക്കാൻ പോകുന്ന, ചരിത്രപരമായി സംഭവിക്കാൻ പോകുന്ന കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ പ്രായശ്ചിത്ത യാഗം ദൈവത്തിനത് മുൻകൂട്ടി കാണാം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം ഇവരോട് ഇടപെട്ടത്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ജീവിച്ച ഭക്തന്മാരായവർ ദൈവം അവരോട് ഇടപഴകുമ്പോഴും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ടത്. ദൈവത്തിനറിയാം. ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമല്ല ആ സംഭവത്തെക്കുറിച്ച് ദൈവത്തിന് അറിവ് കിട്ടുന്നത്, നമുക്ക് അതിന് ശേഷമാണ്. ദൈവത്തിനെല്ലാം മുൻകൂട്ടി കാണാം. ഇതിൻ്റെ മുന്നറിവ്. കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ മരണചരിതം ഏകദേശം AD 1-2 കാലഘട്ടത്തിൽ സംഭവിച്ചെന്ന് വിചാരിക്കുക. തീയതി പ്രശ്നമല്ല, സംഭവമാണ് പ്രധാനം. ഇപ്പോൾ AD 2 യേശു ക്രൂസിൽ മരിച്ചു, കാൽവറി ക്രൂസിൽ. AD 2 വരെ കാത്തിരിക്കേണ്ട ദൈവത്തിന് ഈ സംഭവം അറിയാൻ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് യേശുവിൻ്റെ ഈ ക്രൂസിലെ യാഗം ദൈവത്തിനറിയാം. അത് വചനം പറയുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദൈവം പഴയകാലത്തുള്ള വിശുദ്ധന്മാരെ, കർത്താവ് യേശു ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ജീവിച്ച വിശുദ്ധന്മാരായ തന്നിൽ ആശ്രയിച്ച ഭക്തന്മാരോട് ദൈവം ഇടപെട്ടത് അതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണത്തിന് ശേഷം ജീവിക്കുന്നവരോടും ദൈവം ഇടപെടുന്ന ഇതിൻ്റെ നിഴലിൽ തന്നെയാണ്. ഈ ക്രൂസ് എന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പഴയകാലത്ത് വ്യക്തമായിട്ട് നമുക്കറിയാം. പഴയകാല സംഭവങ്ങളിലും പുറപ്പാട് പുസ്തകം 34-7 ദൈവം പറയുന്നുണ്ട്, പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് പുറപ്പാട് 34:7 കാണാം. 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ലേവ്യ പുസ്തകത്തിൻ്റെ 4 അവിടെ യാഗങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ലേവ്യ 4:20 3-4 വാക്യങ്ങൾ അദ്ദേഹത്തിൽ തന്നെ ശ്രദ്ധിക്കാം. 4:20 ഇപ്രകാരം കാണാം. ലേവ്യ പുസ്തകം
യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പാപയാഗത്തിലുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയും ചെയ്യണം. അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കും. അതിൻ്റെ 26-ാം വാക്യം, അവൻ സമാധാനയാഗത്തിൻ്റെ മേധസ് പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപനിമിത്തം അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ലേവ്യ 4:31, സമാധാനയാഗത്തിൽ നിന്ന് മേധസ് എടുക്കുന്ന പോലെ എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയെ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. 35-ാം വാക്യം, അതിൻ്റെ മേധസ്സൊക്കെ സമാധാനയാഗത്തിൽ നിന്ന് ആട്ടുകുട്ടിയുടെ മേധസ് എടുക്കുന്ന പോലെ തന്നെ അവൻ എടുക്കണം. പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയുടെ ദഹനയാഗങ്ങളെപ്പോലെ അവയെ ദഹിപ്പിക്കണം. അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായശ്ചിത്തയാഗം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഇപ്പോൾ പല വിധത്തിലുള്ള യാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ പുരോഹിതനെടുക്കൽ ദൈവം നിർദ്ദേശിച്ചുള്ള യാഗങ്ങൾ കൊണ്ടുവന്ന് ചെയ്യേണ്ടതിൽ ചെയ്തു കഴിഞ്ഞിട്ട് പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു കഴിയുമ്പോൾ അത് അവനോട് ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചു കൊടുത്തായിട്ട് കാണാം. പക്ഷെ ശ്രദ്ധിക്കുക, ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് അല്പകാലത്തേക്കുള്ള താൽക്കാലികമായൊരു സംവിധാനം മാത്രമാണ്, എന്നേക്കുമായിട്ടുള്ളതല്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ ക്രൂസിലെ പരമയാഗത്തിൻ്റെ നിഴലിൽ ദൈവം ഇവരോട് താൽക്കാലികമായി ക്ഷമിച്ചു. ചരിത്രത്തിൽ ക്രിസ്തു മരിച്ചിട്ടില്ല. ഈ പഴയ കാലത്ത് ലേവ്യ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ എബ്രായ എഴുത്തുകാരൻ എബ്രായ ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഒരു സംശയത്തിൻ്റെ നിവൃത്തീകരണമാണ്, ഉത്തരമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ എബ്രായ ലേഖനം ഇങ്ങനെ പറയും, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങൾ, അതായത് പഴയമകാലം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി പഴയമകാലത്ത് ജീവിച്ച വിശുദ്ധന്മാർ, നമ്മുടെ വിശുദ്ധന്മാരും ഭക്തന്മാരുമായിട്ടുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചവർ, അവരുടെ ജീവിതത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട്, അത് യേശുവിൻ്റെ മരണം, ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി കർത്താവ് യേശു എന്ന ഏക മധ്യസ്ഥയിലൂടെയാണ് എല്ലാം സംഭവിക്കുന്നത്. ദൈവം മനുഷ്യർ ഇടപെട്ടതെല്ലാം ക്രിസ്തു എന്ന ആ വലിയ തൻ്റെ പുത്രൻ്റെ പരമയാഗത്തിൻ്റെ നിഴലിലാണ്. ചരിത്രത്തിൽ സംഭവിക്കാൻ വേണ്ടി ദൈവത്തിന് കാത്തു നിൽക്കണ്ട. ലോകമുണ്ടാകുന്നതിന് മുന്നേ ദൈവത്തിന് ഈ രക്ഷാപദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്തതാണ്. ഈ സത്യം മറ്റു വിധത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്, ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ. കർത്താവ് യേശു ക്രൂസിൽ മരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം ക്രൂസിന് ശേഷം ക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണത്തിന് ശേഷം ജീവിക്കുന്നവരിലേക്ക് ഇന്നും ഒഴുകിച്ചെല്ലുന്നു. അതുകൊണ്ടാണ് ഇന്ന് നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സുവിശേഷം അനുസരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ രക്തത്തോട് സമ്പർക്കം പുലർത്തുകയാണ്. 2000-ൽ പല വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂസിൽ മരിച്ച ക്രിസ്തുവിൻ്റെ രക്തം, ആ മരിച്ച ക്രിസ്തുവിൻ്റെ യാഗത്തിൽ ഒഴുകിയ രക്തം ഇന്ന് 2023-ൽ സ്നാനം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനിലേക്കും ആ അനുഗ്രഹം വരികയാണ്. ഇപ്പോൾ മുന്നിലേക്ക് ഒഴുകുന്നു. മാത്രമല്ല, ഈ രക്തം പിന്നിലേക്കും ഒഴുകുന്നു. ആദ്യ നിയമത്തിന് കീഴിൽ ജീവിച്ച, ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ച വിശുദ്ധന്മാരായ സകല മനുഷ്യരുടെയും കുറവുകൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ക്രിസ്തു മധ്യസ്ഥനായത്. ഇത് നമുക്ക് പല വിധത്തിൽ ഒരുപക്ഷെ നമുക്ക് ചിത്രീകരിക്കാം, പക്ഷേ എല്ലാ ചിത്രീകരണങ്ങളും അപൂർണമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ കുടുംബമായൊരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ പോയി. നിങ്ങൾ ആഹാരം കഴിച്ച് ബില്ല് കൊടുക്കാൻ സമയമായപ്പോൾ നിങ്ങൾ വെയിറ്ററെ വിളിച്ചു ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റർ പറഞ്ഞു, ആ ഹോളിൻ്റെ മൂലക്കിരിക്കുന്ന ഒരു കുറച്ച് പേരുണ്ട്, അവർ നിങ്ങളുടെ കൂട്ടുകാരെന്നാണ് പറഞ്ഞത്, അവർ നിങ്ങളുടെ ബില്ല് കൊടുത്തു എന്ന് പറഞ്ഞു. ബില്ല് അവർ കൊടുത്തിട്ടില്ല, പക്ഷേ വെയിറ്ററോട് പറഞ്ഞു അവരുടെ ബില്ല് വാങ്ങണ്ട, ബില്ല് ഞങ്ങൾ തന്നേക്കാം. അവരുടെ ബില്ലും ഈ കുടുംബത്തിൻ്റെ ബില്ലും, നമ്മുടെ കുടുംബത്തിൻ്റെയും കൂടെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വിടുതൽ ഉണ്ടാവുകയുള്ളൂ, പൂർണ്ണത ഉണ്ടാവുള്ളൂ. പക്ഷേ വെയിറ്റർ അത് വിശ്വസിച്ചു, ആ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തോട് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ ബില്ല് അവർ കൊടുത്തു കഴിഞ്ഞു. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ഉദാഹരണങ്ങളും മാനുഷികമായ തലത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉദാഹരണങ്ങളും അപൂർണമാണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, ദൈവം സമയത്തെ നോക്കിക്കാണുന്നത് നാം സമയത്തെ നോക്കിക്കാണുന്ന വിധത്തിലല്ല. ഇന്ന് 2023 സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണെങ്കിൽ 20-ാം തീയതിയുടെ തലക്കെട്ട് നമുക്കറിയില്ല. 20-ാം തീയതി സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. ദൈവത്തിനെല്ലാം അറിയാം. കാലക്രമത്തിൽ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമല്ല
ദൈവമെല്ലാം അറിയുന്നത്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനൊരു വേദഭാഗം അവതരിപ്പിക്കും. പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നത് കാര്യം നിങ്ങൾ മറക്കുക. കാരണം നമ്മുടെ കാലക്രമം സമയബന്ധിതമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല കർത്താവ് കാര്യം മനസ്സിലാക്കുന്നത്. നമ്മൾ പറഞ്ഞു, കർത്താവ് ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമല്ല അറിയുന്നത്. കർത്താവിനെല്ലാം നേരത്തെ തന്നെ അറിയാം. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ സൃഷ്ടിക്ക് മുമ്പ് ദൈവപുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം ഒരു നിവൃത്തിയായ സംഭവമാണ്. ഉൽപ്പത്തി 3:15 ഏതും തോട്ടത്തിൽ വെച്ചിട്ട് പറഞ്ഞു, സ്ത്രീയുടെ സന്ധ്യയായി ഒരുവൻ വന്ന് അവൻ്റെ പിശാചിൻ്റെ തലയെ തകർക്കും. ദൈവത്തിൻ്റെ മനസ്സിൽ ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ള സംഭവമാണ്. പത്രോസ് ലേഖനത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ലോകസ്ഥാപനത്തിന് മുന്നറിയപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ കർത്താവ് യേശു തൻ്റെ പുത്രൻ്റെ ക്രൂശിലെ മരണം അത് നടന്ന സംഭവമാണ്. അതിലേക്കാണ് സമൂഹത്തെ ഒരുക്കിയത്, സംസ്കാരത്തെ ഒരുക്കിയത്, യാഗങ്ങളിലൂടെ നേരിലായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ പഴയ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരോട് ഇടപെട്ടത് ഈ ക്രൂസിൻ്റെ നേരിലാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇത് വളരെ ഉദാത്തമായൊരു പുതിയ വിഷയമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയും, അവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. കർത്താവ് യേശുക്രിസ്തുവിൽ ദൈവം തൻ്റെ നിർണയങ്ങൾ, പദ്ധതികളെല്ലാം നിവർത്തിക്കുകയാണ്. പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ള പദ്ധതിയാണ്, നിത്യമായ പദ്ധതിയാണ്. അത് ക്രിസ്തുവിൽ നിവർത്തിക്കുകയാണ്. ഇത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതിൻ്റെ മുന്നറിവ്, അവൻ മുന്നറിഞ്ഞവരെ എന്ന പ്രയോഗം പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് വിശദമാക്കാം. ഇപ്പോൾ ഒരു പണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ കാലനിർണയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച്. ദൈവം കാര്യങ്ങൾ നോക്കിക്കാണുന്നത് നാം ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് പോലെ ഒരു നിശ്ചിത ക്രമത്തിൽ. ഇന്നൊരു കാര്യം നടന്നു, അതിൻ്റെ തുടർച്ചയായിട്ട് നാളൊരു കാര്യം നടന്നു, പിന്നെ വേറൊരു കാര്യം നടന്നു. നമ്മളെല്ലാം ഒരു ക്രമത്തിൽ, സമയകാലബന്ധിതമായ ക്രമത്തിലാണ് കാണുന്നത്. ദൈവത്തെക്കുറിച്ച് അങ്ങനെയല്ല. എപ്പോഴും ഉള്ള അവസ്ഥയിലാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഇപ്പോൾ ക്രൂസിൽ കർത്താവ് യേശുവിൻ്റെ ക്രൂസ് എന്ന് പറയുന്നത് ആ സംഭവം 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗൊത്ത മലയിൽ കാൽവറി മലയിൽ ആ സംഭവം നടന്നു ചരിത്രപരമായി. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് അത് പണ്ട് തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്ത, തീരുമാനിച്ച, സംഭവിച്ച ഒരു കാര്യമാണ്. മാനുഷിക തലത്തിൽ നമുക്ക് പ്രയാസമുണ്ടത് ഉൾക്കൊള്ളാൻ, പക്ഷെ അതാണ് സത്യം. ഇവിടെ ദൈവം ഒരാളെ കാണുമ്പോൾ, പഴയ കാലത്തുള്ളൊരു വിശുദ്ധനെ, അബ്രഹാമിനെ, ദാവീദിനെ, നോഹയെ, യോബിനെ, ദാനിയേലിനെയൊക്കെ കാണുമ്പോൾ, അവരോട് ഇടപഴകുമ്പോൾ, അവിടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, വരാനിരിക്കുന്ന ചരിത്രപരമായി സംഭവിക്കാൻ പോകുന്ന ക്രൂസിൻ്റെ വെളിച്ചത്തിൽ ആണ് അത് ചെയ്തത്. താൽക്കാലികമായ ക്ഷമ, പ്രൊവിഷണൽ ഫോർഗീവ്നെസ്, താൽക്കാലികമായി. പക്ഷെ ക്രൂസിൽ ക്രിസ്തു മരിക്കുമ്പോൾ ആദ്യ നിയമത്തിലുള്ള ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ആയിട്ടൊരു മരണം. ഈ മരണത്തിലേക്കാണ് ഈ യാഗങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ കർത്താവ് യേശു മരിച്ചത് പഴയ കാലത്ത് അല്ലെങ്കിൽ ക്രൂസിന് മുമ്പ് ജീവിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, അതിനുശേഷം ലോക അവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർ, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 പറഞ്ഞത്. ദൈവം തൻ്റെ പൊറുമയിൽ, അതായത് ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സ്, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, ക്ഷമിച്ചെന്നല്ല പറഞ്ഞ് ശിക്ഷിക്കാതെ വിട്ടു, തൽക്കാലം വിട്ടു, അവരെല്ലാം പാപം ചെയ്തപ്പോൾ വിട്ടു. ദൈവം മക്കളെക്കുറിച്ചാണ് പറയുന്നത്, മറക്കരുത്. വിടുക നിമിത്തം മറ്റുള്ളവരെ ദൈവം ഭൂമി പിളർന്നും തീ ഇറക്കിയൊക്കെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതീകരിക്കുന്നതിനാകേണ്ടത് ഇക്കാലത്ത്, പ്രസൻറ്റായി, ഈ സമയത്ത്, ക്രൂസിൻ്റെ സമയം, തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അങ്ങനെ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഒരു പാപിയായ ഒരു മനുഷ്യൻ, ഒരു ദൈവ പൈതലായി നമ്മൾ ആരെങ്കിലും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ, യോഹന്നാൻ ലേഖനം ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിലാണ് ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞത്. ആ രക്തം ഇന്നും സ്നാനപ്പെടുന്ന, ഇന്നും ഒരു വ്യക്തി സ്നാനപ്പെട്ടാൽ ആ വ്യക്തി ആ രക്തവുമായ സമ്പർക്കത്തിലാണ്. ഒരു വിശ്വാസി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ ആ വിശ്വാസിയുടെ പാപങ്ങൾ ആ രക്തം കഴുകിക്കളയും. ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ആ ഒരു ദ്രാവകമെന്ന അർത്ഥത്തിലല്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ്, അതിൻ്റെ അനുഗ്രഹം. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദിവസം 1000 ദിവസം പോലെ, 1000 വർഷം ഒരു ദിവസം പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കുകൂട്ടലല്ല ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ. ദൈവത്തിനെല്ലാം കാണും, അവസാനം വരെ കാണും. ദൈവം നിത്യനാണ്, സർവജ്ഞാനിയാണ്. നമുക്കാണ് നാളത്തെ വാർത്ത നാളെ രാവിലെ മാത്രമേ അറിയാൻ പറ്റൂ. ദൈവത്തിന് എല്ലാം അവസാനം വരെ അറിയാം. നമ്മൾ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ദൈവം എല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവനീതി എന്നുള്ള വിഷയത്തിൻ്റെ തുടർന്നുള്ള പഠനവും നമുക്ക് തുടരാം. അടുത്ത് നമ്മൾ ചിന്തിക്കുക ദൈവനീതിയുടെ വിശദീകരണത്തെക്കുറിച്ചാണ്, അതിൻ്റെ നിർവചനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ദൈവനീതി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നീതി. ദൈവം അതിലൂടെ തൻ്റെ നീതിയെ കൂടി പ്രദർശിപ്പിക്കുകയാണ്. താൻ എത്ര നീതിമാനാണ്. പാപത്തെ ശിക്ഷിക്കാതെ വിട്ടില്ല, പക്ഷെ അത് ക്രിസ്തുവിൽ ശിക്ഷിച്ച് കൃത്യസമയത്ത് അതുവരെ താൽക്കാലിക ഒരു മോചനം കൊടുത്തു. ദൈവങ്ങളെ സഹായിക്കട്ടെ. ഈ വിഷയങ്ങൾ ധ്യാനിക്കുക, വ്യക്തമായി ബോധ്യപ്പെട്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം.